മാജിക് നോവലിലേക്ക് സ്വാഗതം. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് പാർട്ട് 1. രണ്ടാം വിവാഹമാണ്, അതും സബ് രജിസ്ട്രാർ ഓഫീസിൽ. 2 ഒപ്പുകൾ ഇട്ടുള്ള വിവാഹം. സ്വന്തം മുറിക്കുള്ളിൽ നിൽക്കുമ്പോൾ ഹരി വിഷാദത്തോടെ ഓർത്തു. മരിച്ചുപോയ ഭാര്യ ശ്രീകുട്ടിയെ മറന്നിട്ടല്ല, അവൾ തന്നിട്ട് പോയ 2 പൊന്നു മക്കൾക്ക് വേണ്ടിയാണ് ഈ വിവാഹം. 6 വയസ്സേ ഉള്ളൂ അഖിലിന്, അക്കുമോൾക്ക് 4. പെൺകുഞ്ഞാണവൾ. പോരാഞ്ഞിട്ട് ഒരു കാലിന് സ്വാധീനവും ഇല്ല. അവൾക്ക് വളരാൻ ഒരമ്മയുടെ സ്നേഹവും കരുതലും കൂടിയേ കഴിയൂ. അതറിഞ്ഞാൽ ശ്രീകുട്ടിയുടെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. അച്ഛാ! പെട്ടെന്ന് പിന്നിൽ വിളി കേട്ടു. ഹരി മുഖം തിരിച്ചു നോക്കി. വാതിൽക്കൽ അക്കുവും അഖിലും. പുതിയ ഒരമ്മയെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണവർ. കുഞ്ഞുമുഖങ്ങൾ ആഹ്ലാദത്താൽ തുടുത്തിരുന്നു. എന്താ മക്കളെ? ഹരി മക്കളുടെ അടുത്തേക്ക് ചെന്നു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ അവിടെ ഇരുന്ന് കരയോ അച്ഛാ? അഖിൽ സങ്കടത്തോടെ പറഞ്ഞു. കരയുന്നോ? എന്തിന്? അച്ഛൻ വന്നെന്ന് ചോദിച്ചേ, അഖിൽ പറഞ്ഞു. വാച്ചാ. അക്കു ഹരിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു. ഹരി മക്കളെ അനുസരിച്ചു. അടുത്ത മുറിയുടെ വാതുക്കലേക്ക് ചെന്നു. നന്ദ മുറിക്കുള്ളിലെ ബെഡിന്റെ ഓരം ചേർന്നിരിക്കുന്നു. മുഖം കുനിച്ച പടിയാണ്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് വന്ന പടിയുള്ള ഇരിപ്പ്. വിവാഹവേഷമല്ല, ഒരു സാധാരണ കോട്ടൺ സാരി. സാരിയുടെ ഞൊറിവുകൾക്ക് മീതെ മംഗല്യത്താലി. അത് താൻ ചാർത്തിയതല്ല എന്ന് ഓർത്തപ്പോൾ ഹരിയുടെ നെഞ്ചിൽ മുള്ളുകൊണ്ട വേദന. നന്ദ! ഹരി മൃദുവായി വിളിച്ചു. നന്ദ മുഖമുയർത്തി. പൂവ് പോലൊരു മുഖം. ഒന്ന് കൈക്കുടന്നയിലെടുത്ത് താലോലിക്കാനും ഉമ്മ വയ്ക്കാനും ആരും കൊതിച്ചു പോകും. പക്ഷേ ഹരി വേഗം മിഴികൾ പിൻവലിച്ചു. ഒരു ഭാര്യ എന്ന നിലയിൽ ഹരിയെ ഒന്ന് തൊടാൻ പോലും എനിക്കാവില്ല. തന്റെ ഭാര്യയാകാമെന്ന് വാക്ക് തരുമ്പോൾ നന്ദ തനിക്ക് മുൻപിൽ വെച്ച കണ്ടീഷൻ ഹരി അസ്വസ്ഥതയോടെ ഓർത്തു. പക്ഷേ ഹരിയുടെ 2 കുഞ്ഞുങ്ങൾക്കും ഞാൻ അമ്മയായിരിക്കും, പെറ്റ അമ്മ തന്നെ. അതിലപ്പുറം ഒന്നും എന്നോട് ആവശ്യപ്പെടരുത്. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയും അഴിക്കാൻ ഒരിക്കലും ആവശ്യപ്പെടരുത്. സമ്മതമാണോ? സമ്മതം. അങ്ങനെ പറയാനേ കഴിഞ്ഞുള്ളൂ. കാരണം തന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് അക്കുവിന്, നന്ദയെ കൂടിയേ കഴിയൂ. ഹരി നന്ദയുടെ മിഴികളിലേക്ക് നോക്കി. ആ മിഴികൾ 2 സമുദ്രങ്ങളായിരിക്കുന്നു. വിരഹത്തിന്റെ തീരാകയങ്ങൾ. നന്ദ തന്റെ ഭാര്യയായത് എത്ര വിചിത്രം! ഹരി ഓർത്തു. നന്ദ മുമ്പ് മറ്റൊരുവന്റെ ഭാര്യയായിരുന്നു, ഉണ്ണികൃഷ്ണന്റെ. അയാൾ കെട്ടിയ താലിയാണിപ്പോഴും അവളുടെ കഴുത്തിൽ. 4 വർഷം ഒരു മനസ്സായി, ഒരാത്മാവായി ജീവിച്ചു. എന്നിട്ടും വേർപിരിയേണ്ടി വന്നു. നന്ദ മനസ്സാലെ പിരിഞ്ഞു. കാരണം നന്ദ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല. ഡോക്ടറുടെ ആ വിധിയെഴുത്തും. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ മുകുന്ദനും അമ്മ ഈശ്വരിയും നന്ദയോട് തീർത്തു എതിർത്തു. അവർക്കൊരു പേരക്കുഞ്ഞിനെ കിട്ടിയേ തീരും. ആ ആഗ്രഹം ഒരു സ്വാർത്ഥതയായി നന്ദയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ കണ്ണീരോടെ നന്ദ പടിയിറങ്ങി. ഉണ്ണികൃഷ്ണൻ തടഞ്ഞിട്ടും ഇരുവർക്കും പ്രാണം പിടഞ്ഞെങ്കിലും വിവാഹമോചനം നടന്നു. ഉണ്ണികൃഷ്ണൻ മറ്റൊരു വിവാഹം കഴിക്കട്ടെ, അയാൾക്കൊരു കുഞ്ഞുണ്ടാകട്ടെ. നന്ദ ആഗ്രഹിച്ചത് അതാണ്. പക്ഷെ എന്നിട്ടും അവൾക്ക് അയാളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ കെട്ടിയ താലി അഴിച്ചിട്ടില്ല. അഴിക്കില്ലെന്ന ശാഠ്യം അയാളെ ഇന്നും അവൾ മറന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ്. ഹരി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നന്ദയെ നോക്കി. അടുത്തേക്ക് ചെന്നു. ഇന്നു മുതൽ ഇവൾ തന്റെ ഭാര്യയാണ്, മക്കളുടെ അമ്മയാണ്. ആ അധികാരത്തോടെ അയാൾ പറഞ്ഞു. നന്ദ, കരച്ചിൽ നിർത്തു, കണ്ണീര് തുടക്കി. നന്ദ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. കുട്ടികൾ നന്ദയുടെ സങ്കടം കണ്ട് വിഷമിക്കുന്നുണ്ട്. നന്ദ കണ്ടു ഹരിയുടെ അടുത്ത് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അഖിലിനെയും അക്കുവിനെയും. കുഞ്ഞു മുഖങ്ങൾ വാടിയിരിക്കുന്നു. എനിക്കറിയാം നന്ദയ്ക്ക് ഉണ്ണികൃഷ്ണനെ അത്ര പെട്ടെന്ന് മറക്കാനാവില്ലെന്ന്. നന്ദയ്ക്ക് മാത്രമല്ല, നന്ദയുടെ അമ്മ രേവതി ടീച്ചർക്കും അതിന് കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അതാണ് രേവതി ടീച്ചർ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരാതിരുന്നതും. ഹരി തുടർന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്കിതൊന്നും അറിയില്ലല്ലോ. നന്ദയുടെ കണ്ണീര് അവർക്ക് വല്ലാത്ത വേദനയാണ്. നന്ദ വേഗം തന്റെ വിരലുകൾ നീട്ടി നിറഞ്ഞ മിഴികൾ 2ഉം തുടച്ചു. ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തുമ്പുയർത്തി കണ്ണുകളും മുഖവും അമർത്തി തുടയ്ക്കുകയും ചെയ്തു. സങ്കടത്തിന്റെ സ്ഥാനത്തും മുഖത്ത് സന്തോഷവും ചിരിയും വരുത്താൻ യത്നിച്ചു. എന്നിട്ട് അഖിലിനെയും അക്കുവിനെ നോക്കി അവർക്ക് നേരെ കൈ നീട്ടി. വാ മക്കളെ! സ്നേഹാധികരകത്തോടെ അവൾ വിളിച്ചു. ഹരിയെ വിട്ട അഖിലും അക്കുവും നന്ദയുടെ നീട്ടിയ കൈകളിലേക്ക് ആർത്തിയോടെ വീണു. നന്ദ അവരെ മാറോട് ചേർത്ത് ഇറുകെ പിടിച്ചു. ഇരുവരുടെയും കവിളിലും നെറുകയിലും മുത്തങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഇനി കരയില്ലട മക്കളെ, ഒരിക്കലും കരയില്ല. അഖിലിനും അക്കുവിനും സന്തോഷമായി. ഹരിക്കും. അയാളുടെ മനസ്സിലും
ഒരു കുളിരുറവ് പൂട്ടി. വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി ഉണ്ട് നന്ദ, ഹരി പറഞ്ഞു. നന്ദ ചോദ്യരൂപത്തിൽ നോക്കി. ഞാനൊരു കോൺട്രാക്ടർ അല്ലേ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ വിവാഹം രജിസ്റ്ററായിട്ടായിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. എന്റെ മക്കൾക്കൊരമ്മയെ കിട്ടിയെന്നെങ്കിലും എന്റെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ, വേണോ? ഹരി ചോദിച്ചു ഉത്സാഹത്തോടെ. വേണം, നന്ദ പറഞ്ഞു. ഹരിക്ക് കൂടുതൽ ഉത്സാഹമായി. എങ്കിൽ നന്ദ റെഡി ആയിക്കോളൂ, ഞാൻ പാർട്ടിക്ക് വേണ്ടിയുള്ള ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കട്ടെ. ഓക്കെ. നന്ദ നേർത്ത പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി. മക്കൾക്കിന്ന് പായസം കൂട്ടിയുള്ള സദ്യ അച്ഛൻ തരാം കേട്ടോ. ഹരി അഖിലിന്റെ അക്കുവിന്റെയും കവിളിൽ തട്ടി. എന്നിട്ട് ഉത്സാഹത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടി ഹരി തന്റെ കുറെ സുഹൃത്തുക്കളെ വിളിച്ചു. ടോണിയും ഗോപനും ഉൾപ്പെടെ ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രം. തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെയും സൈറ്റിലുള്ള പണിക്കാരെയും. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം അത് കല്യാണ സദ്യ ആയിട്ട് തന്നെ ഏർപ്പാടാക്കി. പായസം കൂട്ടിയുള്ള സദ്യ. വീട് അലങ്കരിക്കാനും ആളെ വിളിച്ചു. ചെറിയ തോതിൽ നിന്ന് നിൽപ്പിൽ ഒരാഘോഷം ആരംഭിച്ചപ്പോൾ ഹരിക്ക് ഒരു ത്രില്ലുണ്ടായി. അതിൽ ഹരി തന്റെ കാറിൽ ടൗണിലെത്തി. ഒരു പട്ടുസാരി എടുത്തു. വീതിയിൽ ജരികയും ഇടയിൽ കസവിന്റെ തന്നെ പ്രിന്റും ഭംഗിയുള്ള മുന്താണിയെ നോക്കിയാണ് അയാൾ എടുത്തത്. അർജന്റ് തയ്യലിന് ബ്ലൗസ് പീസ് കൊടുത്തു. തനിക്കും മക്കൾക്കും ധരിക്കാനുള്ള പുതുവസ്ത്രങ്ങൾ എടുത്തു. പോരുമ്പോൾ കുറെ മുല്ലപ്പൂവും വാങ്ങി. അയാൾ വരുമ്പോൾ മുറ്റവും പോർച്ചും ഹാളുമൊക്കെ ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ എത്തിത്തുടങ്ങിയിരുന്നു. എല്ലാരും കൂടി 25 പേർ. വീടിന്റെ പിൻമുറ്റത്ത് സദ്യയുടെ തിരക്ക്. നല്ല മേളം. ചേച്ചമ്മ ഉത്സാഹത്തോടെ ഓടി നടക്കുന്നു. ഹരിക്ക് കൂടുതൽ ഉത്സാഹമായി. അയാൾ തന്റെ റൂമിലേക്ക് വന്നു. ടെക്സ്റ്റൈൽ പാക്കറ്റുകൾ ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് വാർഡ്രോബ് തുറന്നു. അതിനുള്ളിലെ ചെറിയ അറയ്ക്കുള്ളിൽ നിന്നും പിച്ചളയും വെൽവെറ്റും കൊണ്ട് പൊതിഞ്ഞ ഒരു ചെപ്പ് എടുത്തു തുറന്നു. ബെഡിലേക്ക് കുടഞ്ഞിട്ടു. ആഭരണങ്ങളാണ് ആദ്യ ഭാര്യ ശ്രീകുട്ടി ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് 50ഓളം പവനുണ്ടാകും. അവരുടെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് നൽകിയത്. ചിലവയൊക്കെ താൻ വാങ്ങിച്ചതാണ്. പാദസരം മുതൽ മാട്ടി വരെയുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഹരിയുടെ സഹോദരി ജയശ്രീ അങ്ങോട്ട് വന്നത്. വിവാഹിതയാണവൾ. ഭർത്താവ് ശ്രീകുമാർ. 2 കുട്ടികളുണ്ട്. ഹരിയുടെ വിവാഹത്തിന് കുടുംബസമേതം എത്തിയതാണ്. ആഭരണങ്ങൾ കണ്ട് ജയശ്രീ ചോദിച്ചു, എന്തിനാ ഹരി ഇതൊക്കെ എടുത്തത്? നന്ദയ്ക്ക് കൊടുക്കാൻ. നന്ദയ്ക്ക് കൊടുക്കാനോ? ജയശ്രീ അമ്പരന്നു. അതെ, വൈകിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കാനാ. അല്ലെങ്കിലും ഇതിന് നന്ദയ്ക്കുള്ളതല്ലേ. ഇപ്പോഴോ? ജയശ്രീ നെറ്റിച്ചുളിച്ചു. അവരുടെ ഉള്ളിലെ കുബുദ്ധി പ്രവർത്തിച്ചു. ഇപ്പോഴെന്താ? ഹരി ചോദിച്ചു. എന്തബദ്ധമാടാ ഹരി നീ പറയുന്നത്? ജയശ്രീ ശാസിച്ചു. വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എല്ലാം കുടഞ്ഞിട്ടം കൊടുക്കുവാണോ നീ? അതിനെന്താ ചേച്ചി? എടാ പ്രസവിക്കാത്തോളാ. ഇതൊക്കെ കണ്ട ആർത്തി പിടിച്ച് വാരി വലിച്ച് അണിഞ്ഞുകൊണ്ടങ്ങ് നടക്കും. കൊച്ചുങ്ങളെ നോക്കേല. അതുങ്ങളുടെ ഗതി അതോ ഗതിയാവും. അതൊന്നും ഉണ്ടാവില്ല ചേച്ചി. ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. എനിക്കങ്ങനെ വെറുതെ ഒന്നും തോന്നത്തില്ലടാ. പൊന്നു കണ്ടാൽ അളങ്ങാത്ത പെണ്ണേതാ? ജയശ്രീ പുച്ഛത്തിൽ ചോദിച്ചു. ടീച്ചർ എന്നൊക്കെ നീ പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ലതുമൊക്കെ ഉള്ളയിടത്തെയാണെന്ന്. വല്ലതൊക്കെ കൊണ്ടുവരുമെന്നു. അയ്യടാ, വന്ന കോലം കണ്ടാ മതി. 2ാം വിവാഹമായാൽ എന്താടാ? ചേ ഒരു കൂറ സാരിയും നൂലുപോലൊരു മാലയും. എനിക്കങ്ങ് തൊലി ഉരിഞ്ഞുപോയി. ഇപ്പോഴേ ഇതൊക്കെ വാരി മുൻപിലേക്ക് ഇട്ട് കൊടുത്താലേ ഏത് തരക്കാരിയാണെന്നറിയോ? ഇതും കൊണ്ട് അവളങ്ങ് മുങ്ങിയാലോ? ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനാവാത്ത കാലമായത്. അത് നിനക്കറിയാമോടാ? ഹരി വല്ലാതെ വിളറിപ്പോയി. കാരണം എല്ലാം കേട്ടുകൊണ്ട് വാതുക്കൽ നിൽക്കുന്നു നന്ദ. അയാൾ വിഷമത്തോടെ ജയശ്രീയെയും നന്ദയും മാറി മാറി നോക്കി. നന്ദേ, അത് പിന്നെ ചേച്ചി. അയാൾ വിക്കി. നന്ദ ഒന്നും മന്ദഹസിച്ചു. എന്നിട്ട് കാറിനുള്ളിൽ നിന്ന് ഹാളിലേക്ക് ഇറക്കി വെച്ചിരുന്ന തന്റെ ആ വലിയ ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് വന്നു. നന്ദ മുറിക്കുള്ളിലേക്ക് കയറി. അത് തുറന്നു മലർത്തി വെച്ചു. അതിനുള്ളിൽ കോട്ടൺ സാരികൾ മുതൽ മുന്തിയ തരം പട്ട് സാരികൾ വരെ തിങ്ങി എരിങ്ങി അടങ്ങിയിരിക്കുന്നു. നന്ദ തന്റെ തോളിൽ തൂക്കിയിട്ട് കൊണ്ടുവന്നിരുന്ന വാനിറ്റി ബാഗും തുറന്നു. അതിനുള്ളിൽ നിന്ന് 500ന്റെ 4 കെട്ട് നോട്ടുകൾ എടുത്തവൾ ബെഡിൽ വെച്ചു. ബാഗിലുണ്ടായിരുന്ന ആഭരണങ്ങളും അതും ഉണ്ടായിരുന്നു 50ലേറെ പവൻ. ജയശ്രീ വിളറുകയും വിയർക്കുകയും ചെയ്തു. ഒരിക്കലേ ഞാൻ ഈ ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ളൂ. നന്ദ ശബ്ദം താഴ്ത്തി. 5 വർഷം മുമ്പ് വിവാഹ ദിവസം മാത്രം ഒരുപാട് ആഭരണങ്ങൾ ധരിക്കുന്നത് ഞാനും ഉണ്ണേട്ടന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്ഥിരം ഞാനെന്ന് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് എന്റെ കഴുത്തിൽ ഇപ്പോഴും ഉള്ളത്. നന്ദ തുടർന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ വിലക്കിയതുമാണ്. പക്ഷേ പോരാൻ നേരം
അമ്മ നിർബന്ധമായി ഇതൊക്കെ തന്നുവിട്ടു. ആവശ്യം വരുമെന്ന് പറയുകയും ചെയ്തു. മന്ദഹാസത്തോടെ തന്നെ നന്ദ തുടർന്നു. എന്റെ അമ്മയ്ക്ക് ഒരിക്കലും തെറ്റാറില്ലെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ജയശ്രീക്ക് അടി കിട്ടിയ മട്ടായി. പക്ഷേ ഇന്ന് ഞാൻ ഈ ആഭരണങ്ങൾ 2 കൂട്ടവും അണിയും. എന്റെ മക്കളുടെ സന്തോഷത്തിനു വേണ്ടി, അവരെന്നെ അമ്മയായി തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഹരിക്ക് മനസ്സ് പൂർണ്ണമായി നിറഞ്ഞു. ജയശ്രീ ഹരിയെ ഒന്ന് നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് പോയി. ചേച്ചി അങ്ങനെയാണ് നന്ദേ, ക്ഷമാപണം പോലെ ഹരി പറഞ്ഞു. സാരമില്ല എന്ന മട്ടിൽ നന്ദ മന്ദഹസിച്ചു. ഹരി താൻ വാങ്ങിയ സാരിയും ശ്രീകുട്ടിയുടെ ആഭരണങ്ങളും എടുത്ത് നന്ദയ്ക്ക് നീട്ടി. അവൾ കൈ നീട്ടി വാങ്ങി. ആ മുല്ലപ്പൂവും കൂടി വെച്ചു കൊടുത്തു. നന്ദയുടെ ടേസ്റ്റ് അറിയില്ലാത്തത് കൊണ്ട് എനിക്കിഷ്ടത്തിന് വാങ്ങിയതാണ്. തൽക്കാലം ഇത് ഉപയോഗിക്കുക. പിന്നെ ഇഷ്ടമുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി സെലക്ട് ചെയ്യാം. നന്ദ തലയാട്ടി. ഹരി പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി. ആ സന്തോഷങ്ങളിലേക്ക് മിഴികൾ നട്ട് നിന്നിട്ട് നന്ദ വാതിലടച്ച് കുറ്റിയിട്ടു. തന്റെ കയ്യിലുള്ള പൂവിലേക്കും ആഭരണങ്ങളിലേക്കും സാരിയിലേക്കും അവൾ നോക്കി. ഒരിക്കൽ കൂടി വേഷം കെട്ടുന്നു. എത്രയൊക്കെ ഒഴിവാക്കിയിട്ടും വിവാഹവേദിയിൽ വെച്ച് അന്ന് ഉണ്ണിയേട്ടൻ താലത്തിൽ വെച്ച് തന്ന മന്ത്രകോടിക്ക് ചില്ലി റെഡ് കളറായിരുന്നു. തനിക്ക് അന്നത് നന്നായി ഇണങ്ങുമായിരുന്നു. ആ സാരിയും ഈ ബ്രീഫ് കേസിലുണ്ട്. നന്ദ ബ്രീഫ് കേസിനടിയിൽ നിന്ന് അത് വലിച്ചെടുത്തു. ഓർമ്മകൾ 1000 നുറുങ്ങുകളായി ആ സാരിയിൽ നിറയുന്നത് പോലെ അവൾ അത് തിരികെ വെച്ചു. ഇപ്പോഴിതാ താലത്തിലല്ലെങ്കിലും ഇതാ ഹരിയും തന്നിരിക്കുന്നു ഒരു മന്ത്രകൂടി. പഴയ സ്റ്റൈലിൽ പറഞ്ഞാൽ പുടവകൊട. നന്ദ ആ ടെക്സ്റ്റൈൽ പാക്കറ്റ് തുറന്നു. ക്രീം കളർ സാരി, അരികിൽ വീതിയിൽ ചെരികയും മുന്താണിയും, ഇടകലർന്ന് കസവിനുള്ളിൽ മെറൂൺ ഡിസൈനും. ഹരിക്ക് സെലക്ട് ചെയ്യാനറിയാം. ബ്ലൗസ് ധരിക്കുമ്പോൾ നന്ദ ഒന്ന് അമ്പരന്നു. അളവെടുത്ത് തയ്ച്ചതുപോലെ. സാരി ധരിച്ചു കഴിഞ്ഞപ്പോൾ ആഭരണങ്ങളും ധരിച്ചു. മുടി ചീകി മെടഞ്ഞ് ആ മുല്ലപ്പൂ വെച്ചു. അവൾ കണ്ണാടിക്ക് മുൻപിൽ നിന്നു. ഇത് 2ാം വേഷം. വാതിക്കൽ മുട്ടുന്ന ശബ്ദം. നന്ദ വാതിൽ തുറന്നു. പത്മാവതിയായിരുന്നു. അവർ നന്ദയെ അടിമുടി ഒന്ന് നോക്കി. തന്റെ മകളുടെ ആഭരണങ്ങൾ കണ്ടിട്ടാണോ, തന്റെ മകളുടെ സ്ഥാനത്ത് മറ്റൊരുവളെ കണ്ടിട്ടാണോ? ആ മിഴികൾ രണ്ടും തുളുമ്പി. നന്ദ അവരുടെ കൈത്തലം പിടിച്ചെടുത്തു. പത്മാവതി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞു, മോള് വാ, എല്ലാരും എത്തി, ഹരി വിളിക്കുന്നു. പത്മാവതി നന്ദയെ ഹാളിലേക്ക് നയിച്ചു. നന്ദ കണ്ടു കൂട്ടുകാർക്കിടയിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഹരിയെ. അയാളും വിവാഹ വേഷത്തിലാണ്. കസവും മുണ്ടും ഷർട്ടും. ആ വേഷം പാൻസും ഷർട്ടും ധരിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഇണങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു നിമിഷം ഹരിയുടെ മിഴികൾ അവളിലും ഒന്ന് തങ്ങി നിന്നു. ഒരു ദേവതയുടെ സൗകുമാര്യം അവളിലുണ്ടെന്ന് പെട്ടെന്ന് അയാൾക്ക് തോന്നി. പുതിയ വേഷപ്പകിട്ടിൽ ജ്വലിക്കുന്ന ഒരു ആകർഷകത്വം. സെക്കൻഡ് മാരേജ് ആണെങ്കിലും ഹരി ലക്കിയാ കേട്ടോ. രാവിലെ കണ്ടപ്പോഴേ പറയണമെന്ന് തോന്നിയതാ, ഗോപാലൻ ഹരിയുടെ ചെവിയിൽ പറഞ്ഞു. അയാളിൽ ആ വാക്കുകൾ വർഷിച്ച ഉൾപ്പുളകം പെട്ടെന്ന് അലിഞ്ഞു പോയി. ആ വേഷപ്പകിട്ടിന് നടുവിൽ അപ്പോഴും ആ സ്വർണത്തിന്റെ തരി മിന്നുന്നു. എല്ലാവരും കരുതും അത് താൻ കെട്ടിയ താലിയാണെന്ന്. കണ്ടിട്ടില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യൻ ഹരിയുടെ മനസ്സിലെ കരടായി. നന്ദയെ ഹരി എല്ലാവർക്കും പരിചയപ്പെടുത്തി. ചടങ്ങുകൾ സ്റ്റീൽ ഫോട്ടോഗ്രഫിയും വീഡിയോസും ഒപ്പിയെടുത്തു. കുട്ടികളെ 2 ആളെയും ചേർത്തുള്ള പോസുകളും എടുത്തു. രാത്രി ഏറെ വൈകും മുമ്പ് തന്നെ സദ്യ വിളമ്പി. പായസം കൂട്ടിയുള്ള സദ്യ. അക്കുവിന് അതൊരുപാട് ഇഷ്ടമായി. അതിഥികൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ശേഖരനും പത്മാവതിയും അവരെ തങ്ങളുടെ വീട്ടിലേക്ക് പോകും മുമ്പ് ക്ഷണിച്ചു. പിറ്റേന്ന് തന്നെ കട തുറക്കേണ്ടതുള്ളതിനാൽ ജയശ്രീയും ശ്രീകുമാറും കുട്ടികളെയും കൊണ്ട് രാത്രിയിൽ തന്നെ മടങ്ങി. ഇന്ന് കട അടച്ചിട്ടു, നാളെ അടച്ചിടാൻ പറ്റില്ലല്ലോ, അതാണ് അവർ പറഞ്ഞത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവർ 4 പേരും ചേച്ചമ്മയും മാത്രമായി. വേലക്കാരിയാണെങ്കിലും ചേച്ചമ്മയ്ക്ക് ആ വീട്ടിൽ ഒരമ്മയുടെ സ്ഥാനമുണ്ടെന്ന് നന്ദയ്ക്കറിയാം. എങ്കിലും വല്ലാത്തൊരു ചമ്മൽ. ചേച്ചമ്മ നന്ദയ്ക്കരികിൽ വന്നു. മോള് വന്ന ദിവസമായതുകൊണ്ട് ചേച്ചമ്മ ഇന്ന് വീട്ടിൽ പോയില്ല. മോൾക്ക് എല്ലാം ഒന്ന് പരിചയം ആയിക്കോട്ടെ എന്ന് വെച്ചു. നന്ദ പുഞ്ചിരിച്ചു. കുട്ടികൾ എവിടെ? അവൾ ചോദിച്ചു. ഹരിമോന്റെ കൂടെ ടെറസിലുണ്ട്. കഥ പറച്ചിലാവും. ഉറക്കം വരുന്നത് വരെ അതാ പതിവ്. ചേച്ചമ്മ നന്ദയെ നോക്കി. മോൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്, വല്ലാണ്ട് ആവി എടുക്കത്തില്ലേ? അവർ നന്ദയെ റൂമിലേക്ക് നയിച്ചു. വാർഡ്രോബ് തുറന്നു മുകളിലെ തട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇതൊക്കെ ശ്രീമോടയാ. പാവം, നല്ലവരെ ദൈവം പെട്ടെന്നങ്ങ് വിളിക്കുമെന്ന് പറയുന്നത് സത്യ. തങ്കം പോലത്തെ മുഖം, തങ്കം തിളങ്ങണ പോലത്തെ മനസ്സും. ചേച്ചമ്മ വിഷമത്തോടെ പറഞ്ഞു, മരിക്കുമെന്ന് അതിനറിയാമായിരുന്നു. ചേട്ടത്തി, എന്റെ അക്കുമോൾ എന്നും പറഞ്ഞുള്ള കരച്ചില് സഹിക്കുകയല്ല കേട്ടോ. ചേച്ചമ്മയ്ക്ക് കണ്ണു നിറഞ്ഞു. കാല് വയ്യാത്ത കുഞ്ഞല്ലേ, 2 വയസ്സായിട്ടില്ലെന്ന്.
ഹരിമോൻ നെഞ്ചിലിട്ടാ വളർത്തിയെ. പെറ്റതള്ള ഇത്ര വരുത്തില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ട ആ കുട്ടി. അടുത്ത തട്ട് തുറക്കുന്നതിനിടയിൽ ചേച്ചമ്മ തുടർന്നു. അന്നേ എല്ലാരും പറഞ്ഞു ഒരു കൊച്ചിനെ എവിടുന്നേലും കൊണ്ടുവരാൻ. സമ്മതിച്ചില്ല. ഇപ്പം പിള്ളേര് വാശി പിടിച്ചപ്പോ കാര്യം നടന്നു. ചേച്ചമ്മ നന്റെ അടിമുടി ഒന്നുകൂടി നോക്കി. അല്ലേലും ഹരിമോൻ എന്നാ പ്രായമുണ്ട്. മോളെ പോലൊരു പെങ്കൊച്ച് കൂടെ ഇല്ലാണ്ട് എത്ര നാളാ കിടന്നുറങ്ങുന്നേ. ഊറിയ ചിരിയോടെ അവർ തുടർന്നു. നിങ്ങൾ തമ്മിലും നല്ല പച്ചലയും കത്രികയും പോലെന്ന് അന്ന് ആദ്യം കൊച്ചിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. തുറന്ന തട്ടിലിരിക്കുന്ന ഡ്രസ്സ് ചൂണ്ടിക്കാട്ടി ചേച്ചമ്മ പറഞ്ഞു. ഇതൊക്കെ പുതിയത് വാങ്ങിയതാ, മോൾക്ക് വേണ്ടിയിട്ടാ. ഇഷ്ടമുള്ളത് എടുത്തിട്ടോ. ബെഡ്ഷീറ്റ് മാറ്റി ഷെൽഫിൽ നിന്നെടുത്ത് മറ്റൊന്ന് ഭംഗിയായി വിരിച്ചുകൊണ്ട് ചേച്ചമ്മ പറഞ്ഞു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, ഇത്തിരി കൂടി പണിയുണ്ടവിടെ. അവർ സംസാരപ്രിയയാണെന്ന് നന്ദയ്ക്ക് മനസ്സിലായി. ആഭരണങ്ങളും മറ്റും നന്ദ അഴിച്ചെടുത്തു. മറ്റൊരു സാരി എടുത്തു കൊടുത്ത് പട്ട് സാരി മാറ്റി. ഇനി എന്ത് എന്ന മട്ടിൽ പരുങ്ങലോടെ നിൽക്കുമ്പോൾ ഹരിയും കുട്ടികളും വാതിക്കലെത്തി. നന്ദയ്ക്ക് അതോടെ പരുങ്ങലായി. അമ്മ എന്താ മുകളിലേക്ക് വരാഞ്ഞേ? അഖിൽ അകത്തേക്ക് വന്നു. വാമ്മേ. അക്കു അവളുടെ കൈ പിടിച്ചു വലിച്ചു. അക്കുവിന് ഉറക്കം വരുവാ, നമുക്ക് ഉറങ്ങാം. നന്ദ വിരിച്ചിട്ട ബെഡിലേക്ക് നോക്കി. പിന്നെ വാതിക്കൽ തന്നെ നിൽക്കുന്ന ഹരിയെയും സാഘൂതം നോക്കുകയാണ് അയാൾ അവളെ. നന്ദയ്ക്ക് കൂടുതൽ പരുങ്ങലായി. അവൾ വിറയ്ക്കാനും തുടങ്ങി. വാമ്മേ. അക്കു വീണ്ടും നന്ദയെ പിടിച്ചു വലിച്ചു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അഖിൽ ഒരു ചാട്ടത്തിന് ബെഡിൽ കയറി. പിന്നെ ഒരു സർക്കസ് അഭ്യാസിയുടെ മട്ടിൽ ഒന്ന് കുട്ടിക്കരണം മറിഞ്ഞു. അതിനുശേഷം നീണ്ടു നിവർന്നു കിടന്നു. എന്നിട്ട് നന്ദയെ നോക്കി. വാമ്മേ. നന്ദ വീണ്ടും ഹരിയെ നോക്കി. അയാൾ അകത്തേക്ക് വരികയായിരുന്നു. നന്ദയ്ക്കരികിലെത്തി അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് അയാൾ അക്കുവിനെ പൊക്കിയെടുത്തു. എന്താ കുട്ടാ ഇത് ഷാട്ടിൻ പിടിക്കുന്നത്? അമ്മ വരും. അച്ചയുടെ കുട്ടൻ മിടുക്കിയായിട്ട് ആദ്യം പോയി കിടന്നേ. കണ്ടില്ലേ ചേട്ടായി കിടക്കുന്നത്? അക്കുവിന് അത്ര സമ്മതമായില്ല. എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാ മതി. അച്ഛൻ പറഞ്ഞതല്ലേ എന്നെ അമ്മയുടെ കൂടെ കിടത്താമെന്ന്. അവൾ കെറിവിച്ചു. ഓക്കേ, അച്ഛൻ പറഞ്ഞു, സമ്മതിച്ചു. ഷാട്ടിൻ പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ആ, അക്കു സമ്മതിച്ചു. അപ്പോഴാണ് അയാൾ മേശപ്പുറത്തിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടത്. താക്കോൽ കൂട്ടം എടുത്തയാൾ നന്ദയ്ക്ക് നേരെ നീട്ടി. അതൊക്കെ എടുത്ത് സേഫ് ആയിട്ട് വെച്ചോളൂ. നന്ദ താക്കോൽ വാങ്ങി ആഭരണങ്ങൾ ആ വെൽവെറ്റ് പെട്ടിക്കുള്ളിലേക്ക് വാരിയിട്ടു. വാഡ്രോബിനുള്ളിൽ വെച്ച് പൂട്ടി. വാച്ചാ, അഖിൽ വിളിച്ചു. ഹരി അക്കുവിനെയും കൊണ്ട് അഖിലിന്റെ അരികിലേക്ക് ചെന്ന് ഇരുന്നു. അക്കുവിനെ മടിയിലിരുത്തി. നന്ദ ഇരിക്കൂ. അയാൾ ബെഡ് ചൂണ്ടിക്കാട്ടി. അവളുടെ മുഖഭാവത്തിൽ നിന്ന് ഉള്ളിലെ സംഘടനം അയാൾക്ക് മനസ്സിലായി. ബെഡിന്റെ ഓരത്ത് ഇങ്ങേ വശത്തായി അവൾ ഇരുന്നു, മുള്ളിന്മേലിരിക്കുന്ന ഭാവത്തിൽ. ഇപ്പോൾ നന്ദയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്? ഹരി ചോദിച്ചു. നന്ദ അയാളെ ഒന്ന് നോക്കി. എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം എന്ന മട്ടിൽ. ചോദിച്ചെന്നേ ഉള്ളൂ. ഹരി മന്ദഹസിച്ചു. എനിക്ക് പക്ഷേ ഒരുപാട് ആഹ്ലാദിക്കാൻ തോന്നുന്നു, അയാൾ പറഞ്ഞു. ഈ വീട് നിറയെ ഒരുപാട് ആളുകൾ. ഇപ്പോൾ ഉള്ളതുപോലെ ഒരു തോന്നൽ. ഇവിടെയെല്ലാം ഇങ്ങനെ ഓടി നിൽക്കാനൊരു ഉത്സാഹം. അച്ഛന്റെ കൂടെ ഞാനും ഓടാൻ വരുവാ, അക്കു പറഞ്ഞു. നന്ദ ചിരിച്ചുപോയി. നന്ദയുടെ അമ്മ പറഞ്ഞത് ഞാനും ഓർക്കുന്നുണ്ട്. എന്താണെന്ന് അവൾ നോക്കി. ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിച്ചിട്ടാണ് നന്ദ ഇതിനൊക്കെ തയ്യാറായതെന്നും ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്നും രണ്ടും ഞാൻ മുഖവിലക്കെടുക്കുന്നു. നന്ദ മുഖം കുനിച്ചു. സങ്കടപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ വാഗ്ദാനം തരാം. പക്ഷേ നന്ദയ്ക്ക് തരാൻ എന്തെങ്കിലും വാഗ്ദാനം ഉണ്ടോ? പ്രതീക്ഷയോടെ അയാൾ നോക്കി. നന്ദ മുഖമുയർത്തിയില്ല. നന്ദയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? അപ്പോഴും അതേ ഭാവവും ഇരിപ്പും തന്നെ. ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല, നന്ദ കടന്നോളൂ, അയാൾ പറഞ്ഞു. രാവിലെ മുതൽ നടപ്പും നിൽപ്പും തന്നെ. നന്ദ ക്ഷീണിച്ചിട്ടുണ്ടാവും, ഉറങ്ങിക്കോളൂ. നന്ദ കടന്നില്ല. ബെഡ്ഷീറ്റിൽ തിരുപ്പിടിച്ചെങ്ങനെ ഇരുന്നു. ഹരി ഇങ്ങനെ ബെഡിന്റെ ഒരറ്റത്തിരുന്നാൽ നന്ദ എങ്ങനെ കിടക്കും? ഉറങ്ങും. അത് മനസ്സിലായതുപോലെ ഹരി പറഞ്ഞു. അടുത്ത റൂമിൽ വിരിച്ചിട്ടുണ്ട് നന്ദ, ഞാൻ അങ്ങോട്ട് താമസം മാറ്റുകയാണ്. നന്ദ പരുങ്ങലോടെ അയാളെ നോക്കി. ഹരി അക്കുവിനെ ബെഡിൽ കിടത്തി. എന്നിട്ട് അവളുടെ മുഖത്തും മുടിയഴകളിലും ഒന്ന് തലോടിയിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു. അഖിലിനെയും അങ്ങനെ തന്നെ ഒന്ന് ലാളിച്ചു. എന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് നന്ദ, നന്ദയോടും പറഞ്ഞ് ഹരി തെല്ലി നീങ്ങുമ്പോൾ നന്ദയ്ക്ക് നെഞ്ചിൽ എന്തോ കൊണ്ട് ഒരു ഭാരം അനുഭവപ്പെട്ടു. അഖിൽ എഴുന്നേറ്റിരുന്നു. അച്ഛൻ എവിടെ പോവാ? നെക്സ്റ്റ് റൂമിൽ. അച്ഛൻ അവിടെ ഉണ്ട് കുട്ടാ. അതെന്തിനാച്ചാ അങ്ങോട്ട് പോകുന്നേ? ഇവിടെ അമ്മയും നിങ്ങളും. എല്ലാവർക്കും കൂടെ ഇടയില്ല കുട്ടാ. ഇട ഉണ്ട്, അഖിൽ അല്പം നീങ്ങി കിടന്നുകൊണ്ട് പറഞ്ഞു. ദേ ഒത്തിരി സ്ഥലമുണ്ട്. അച്ഛൻ പോണ്ട അച്ഛാ, ഇങ്ങു വാ.
അച്ഛൻ പോണ്ട, അച്ഛൻ പോണ്ട. അക്കു ഹരിക്കരികിൽ ചെന്നു. അച്ഛനും ഇവിടെ കിടക്കണം, അമ്മയും കിടക്കണം. അവൾ ഷാട്ടിയും പിടിച്ചു. ഹരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പിന്നെ നന്ദയെയും പിടിച്ചു വലിച്ചു. ഹരി നന്ദയെ നിസ്സഹായതയോടെ നോക്കി. നന്ദ വിഷമത്തോടെ തിരിച്ചു. ഞാൻ എന്റെ ഫ്രണ്ട് ടോമിനോട് ചോദിച്ചപ്പോ ടോം പറഞ്ഞു അവരുടെ പപ്പയുടെയും മമ്മിയുടെ നടുക്കാവൻ കിടക്കുന്നതെന്നു. പിന്നെന്നാ? അഖിൽ പറഞ്ഞു. മാമ്മേ, അക്കുന് ഉറക്കം വരുവാ, അമ്മ വാ. നന്ദ ബെഡിനരികിലേക്ക് ചലിച്ചു. അക്കുവിനെ ബെഡിൽ കയറ്റി കിടത്തി. വാമ്മേ, അക്കു നന്ദയെ നിർബന്ധിച്ചു. നന്ദ കിടന്നു. അക്കു അവളുടെ ദേഹത്ത് ചേർന്ന് കിടന്നു. വലത് കാൽ ഉയർത്തി അവളുടെ ദേഹത്ത് വെക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഹരി അത് ശ്രദ്ധിച്ചത്. അയാൾ അവളുടെ കാലിൽ നിന്ന് ബ്രേസ് അഴിച്ചെടുത്തു. ബലമില്ലാതെ ബെഡിലേക്ക് പതുങ്ങിയ ആ കാൽ അക്കു തന്റെ കൈകൊണ്ടെടുത്ത് നന്ദയുടെ ദേഹത്തേക്ക് വെച്ചു. നന്ദയ്ക്ക് കണ്ണുകൾ നിറഞ്ഞുപോയി. നന്ദ ആ കാലിൽ തലോടി. അച്ഛാ, കിടക്കച്ചാ, അഖിൽ വീണ്ടും പറഞ്ഞു. ഹരി നന്ദയെ നോക്കി. എക്സ്ക്യൂസ് മീ, ഇവർ ഉറങ്ങുന്നത് വരെ. അങ്ങനെ പറഞ്ഞിട്ട് ഹരി അഖിലിനരികിൽ കിടന്നു. അഖിൽ ഹരിയെ ഒരു കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഒരു കൈ നീട്ടി നന്ദയെയും തൊട്ടു. ഹരി തന്റെ കൈത്തണ്ടയിലേക്ക് അഖിലിന്റെ തല ചേർത്ത് വെച്ച് അവനെ പൊതിഞ്ഞു പിടിച്ചു. ഹരി മുഖം ഒന്ന് ചരിച്ചു നോക്കി. ഒരു വശം ചരിഞ്ഞ് തനിക്ക് അഭിമുഖമായാണ് നന്ദ കിടക്കുന്നത്. ഒരു കൈ അക്കുവിന്റെ തുടയിൽ താളം പിടിക്കുന്നു. യാന്ത്രികമായ ഒരു കൈ കൊണ്ട് അക്കുവിന്റെ മുഖത്ത് തലോടുന്നു. മിഴികൾ താഴ്ത്തിയിരിക്കുന്നു. മനസ്സിവിടെയല്ല. ആ ഉണ്ണികൃഷ്ണന്റെ പക്കലാണോ? നേരിയ ഒരു കല്ലുകടി പോലെ ഹരി ഓർത്തു. അയാൾ കൈ നീട്ടി സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് ബെഡ്ലാം വിട്ടു. പെട്ടെന്ന് ഇരുട്ട് തന്നെ പൊതിഞ്ഞതുപോലെ നന്ദി ഒന്ന് ഞെട്ടി. അവൾ മുഖമുയർത്തി ഹരി കിടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കി. നന്ദ ഉറങ്ങിയെന്ന് കരുതി. ഹരി പറഞ്ഞുകൊണ്ട് സ്വിച്ചിന്റെ നേർക്ക് കൈ നീട്ടി. വേണ്ട, ലൈറ്റ് ഇടണ്ട, നന്ദ പറഞ്ഞു. നന്ദയ്ക്കിപ്പോൾ എന്നോടും എന്റെ മക്കളോടും ദേഷ്യം തോന്നുന്നുണ്ടോ? നന്ദ വീണ്ടും അയാളെ നോക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒക്കെക്കും കാരണം ഞാനും എന്റെ മക്കളും അല്ലേ? ഞാനും എന്റെ മക്കളും. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. സോറി നന്ദ, ഹരി പറഞ്ഞു. ഞാൻ മറ്റൊന്നും കരുതിയിട്ടല്ല. അവരെ എന്റെ മക്കളായി മനസ്സ് അംഗീകരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ സമ്മതിച്ചത്. പിന്നെ എന്തിന് എനിക്ക് ദേഷ്യം തോന്നണം? രാവിലെ മുതൽ നന്ദ മൂഡ് ഓഫ് ആണെന്ന് തോന്നി. ആണ്, അത് പക്ഷേ ഹരി ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഉണ്ണികൃഷ്ണനെ ഓർത്തിട്ടാ? ഹരി തെല്ലിയുടെ നിശബ്ദനായിട്ട് ചോദിച്ചു. തെല്ല് നിശബ്ദത നന്ദയിലും ഉണ്ടായി. സത്യം, അവൾ പറഞ്ഞു. വീണ്ടും കല്ല് കടിച്ചതുപോലെ ഹരി എഴുന്നേൽക്കാൻ ഒന്ന് ശ്രമിച്ചു, അപ്പുറത്തേക്ക് പോകാൻ. പാതി ഉറക്കത്തിലായി കഴിഞ്ഞിരുന്നു അഖിൽ. എന്നിട്ടും അവൻ ഹരിയെ ഇറുകി പിടിച്ചുകൊണ്ട് ചിണുങ്ങി. അച്ഛാ! ഹരി വീണ്ടും കിടന്നു. നന്ദയുടെ മനസ്സിൽ ഉണ്ണികൃഷ്ണനായിരുന്നു. തങ്ങളുടെ ആദ്യ രാത്രി, കാതോരങ്ങളിലെ നിമന്ത്രണങ്ങൾ, കുണുങ്ങിച്ചിരികൾ, ശരീരങ്ങൾ പൊട്ടിത്തരിപ്പിക്കുന്ന പരിരംഭണങ്ങൾ. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ എന്തെടുക്കുകയാവും? നന്ദ ദീർഘമായെന്ന് നിശ്വസിച്ചു. എതിരെ അഖിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്ക് അഭിമുഖമായി കിടക്കുന്ന ഹരിയെ അവളൊന്ന് നോക്കി. അയാളും ഇങ്ങോട്ട് നോക്കുന്നു. നന്ദ പൊടുന്നതിന് പിൻവലിച്ചു. കണ്ണ് അക്കുവിനെ പൊതിഞ്ഞു പിടിച്ച് അങ്ങനെ കിടക്കുമ്പോൾ നന്ദയുടെ മനസ്സ് ഒരു സത്യം ഉൾക്കൊള്ളുകയായിരുന്നു. മാസങ്ങളായി ഉള്ളിൽ തെങ്ങി നിറഞ്ഞു നിന്നിരുന്ന അനാഥത്വ ബോധം ഇപ്പോഴില്ല എന്ന്. വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു. ഒരു തണലോ ആശ്രയമോ ഒക്കെ കിട്ടിയ ആശ്വാസം, ഒരു ലക്ഷ്യബോധം. ഹരിയും മക്കളും തന്നെയാണ് ആശ്വാസവും ലക്ഷ്യബോധവും എന്നവൾ മനസ്സിലാക്കുകയായിരുന്നു. എന്താണ് അങ്ങനെ? ശേഷിക്കുന്ന കാലം അത്രയും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ഭർത്തൃവീട്ടിൽ നിന്നിറങ്ങിയ തനിക്ക് എങ്ങനെ തോന്നാൻ എന്താണ് കാരണം? സ്വന്തം വീട്ടിൽ അഭയം ലഭിക്കില്ല എന്ന ഉൾബോധമായിരുന്നു? അതോ സ്ത്രീത്വം എന്നും ഇങ്ങനെ തന്നെയാണോ? പടരാൻ വെമ്പുന്ന മനസ്സ്, ചായാൻ കൊതിക്കുന്ന ശരീരം. അപ്പോൾ പിന്നെ സ്ത്രീ സ്വതന്ത്രയാണെന്നോ സ്ത്രീ സമത്വം വേണമെന്നോ ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? പൊള്ളയായ വാക്കുകളോ? അതോ തനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നുന്നുള്ളൂ? നന്ദ വീണ്ടും മിഴികൾ തുറന്നു. ഹരി കിടന്നിരുന്ന ഭാഗം ശൂന്യം. നന്ദയ്ക്കെന്തോ ഹൃദയത്തിലൊന്ന് പോറിയതുപോലെ തോന്നി. സത്യത്തിൽ അയാൾ ഇപ്പോൾ തന്റെ ഭർത്താവാണ്. അങ്ങനെ അംഗീകരിച്ച് ഒപ്പിട്ടുകൂടെ പോന്നവളാണ് താൻ. അയാളൊന്ന് ശടിച്ചാൽ എതിർക്കാനാവില്ല തനിക്ക്. താനത് ഭയന്നതുമാണ്. പക്ഷേ തനിക്ക് തന്ന വാക്ക് പാലിക്കാൻ അയാൾ ശ്രദ്ധിച്ചിരിക്കുന്നു. 2 വർഷമായി ഭാര്യ മരിച്ചിട്ട്. ത്രസിക്കുന്ന യൗവനം ഉടലിലും ഉള്ളിലുമുണ്ട്. എന്നിട്ടും അയാൾ കാട്ടിയ ഈ ശ്രദ്ധ അയാളുടെ മര്യാദയാണ്, സംസ്കാരമാണ്. ഹരിയോട് അതുവരെ സൂക്ഷിച്ചിരുന്ന അകൽച്ചയുടെ ആഴം അല്പം കുറഞ്ഞതുപോലെ ഒരു ലാഘവം തോന്നി അവൾക്ക്. പുലർച്ചെ അഖിൽ ഉണരുമ്പോൾ ഹരി കൂടെയില്ല. അവൻ തപ്പിച്ചെല്ലുമ്പോൾ അടുത്ത മുറിയിലുണ്ട്. ഉണർന്നു കിടക്കുന്നു അയാൾ. അച്ഛനും എന്നെ പറ്റിച്ചു.
അഖിൽ അയാൾക്കരികിൽ ചെന്ന് നിന്ന് മുഖം വീർപ്പിച്ചു. ഹരി എഴുന്നേറ്റിരുന്നു. മകനെ ചേർത്ത് പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. അവന്റെ മുഖത്തും നെറുകയിലും അതരങ്ങൾ അമർത്തി പിണക്കം തീർക്കാൻ ശ്രമിച്ചു. അക്കുവിന്റെ കാൽ തന്റെ ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു. നന്ദ ഉണരുമ്പോൾ രാത്രി എപ്പോഴോ അവളൊന്നും മയങ്ങിയതേ ഉള്ളൂ. നന്ദ അക്കുവിനെ ഉണർത്തി എണീപ്പിച്ചു. അവളുടെ കാൽ ബ്രേസിലിട്ട് താഴെ ഇറക്കി നിർത്തി. പല്ല് തേക്കണ്ടേ? മോൾക്ക് ചായ കുടിക്കണ്ടേ? കുളിക്കണ്ടേ? നന്ദ അവളുടെ കുഞ്ഞിമുഖം തന്റെ കൈ കുടനയിലെടുത്തു. അമ്മ എന്നെ കുളിപ്പിക്കുവോ? അക്കു ചോദിച്ചു. ഇന്ന് അമ്മയാ മോളെ കുളിപ്പിക്കുന്നേ. നന്ദ പുഞ്ചിരിച്ചു. അപ്പോ അമ്മയുടെ കാലിലെ വേദനയൊക്കെ പോയോ? അക്കു നന്ദയുടെ സാരി ലേശം പൊക്കി. എന്നിട്ട് ഇരുന്നു കൊണ്ട് നന്ദയുടെ കാലിൽ ചുറ്റിയിരുന്ന പ്ലാസ്റ്ററിൽ തൊട്ടു. വേദനയൊക്കെ പോയി. വാ, അമ്മ കുട്ടനെ കുളിപ്പിക്കാം, നന്ദ പറഞ്ഞു. എന്നെയും. ഹരിയോടൊപ്പം അങ്ങോട്ട് വന്ന അഖിലും പറഞ്ഞു. അവൻ ഉടുപ്പും നിക്കറും ഊരിയിട്ട് പിറന്ന പടി നിന്നു കഴിഞ്ഞു. അത് കണ്ടപ്പോൾ നന്ദ ഒന്ന് കുണുങ്ങി ചിരിച്ചുപോയി. എണീറ്റ് വന്നപാടെ കുളിക്കുക? പല്ല് തേക്കുകയും ചായ കുടിക്കൊന്നും വേണ്ടേ? വേണം. അഖിൽ വീണ്ടും നിക്കറിട്ടു. രണ്ടാളും വന്നോളൂ. നന്ദ രണ്ടുപേരുടെയും വിരലിൽ പിടിച്ച് രണ്ടടി നടന്നു. പെട്ടെന്ന് നിന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളെ തന്നെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് നേരിയ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് ഹരി. നന്ദ ഒന്ന് ചമ്മി എങ്കിലും ചോദിച്ചു. ഹരിക്ക് ചായ വേണം? ഹരി കൂടുതൽ തെളിച്ചത്തോടെ പുഞ്ചിരിച്ചു. മക്കൾക്ക് അവരാശിച്ച അമ്മയെ കിട്ടി, തനിക്കോ എന്ന ഇച്ഛാഭംഗത്തോടെ നിൽക്കുകയായിരുന്നു അയാൾ. നന്ദ തന്നെയും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള അറിവ് അയാളുടെ ഹൃദയം നിറച്ചു. നന്ദ അടുക്കളയിൽ ചെല്ലുമ്പോൾ ചേച്ചമ്മ ഉണർന്ന് പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവിടെ കിടന്നില്ലേലും ഞാൻ ഈ സമയത്തെങ്കിലും വരും, ചേച്ചമ്മ പറഞ്ഞു. മോളുടെ ഇഷ്ടമൊക്കെ പറഞ്ഞാൽ ചേച്ചമ്മ അതുപോലൊക്കെ ഉണ്ടാക്കി തരാം. നന്ദ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് നോക്കി. വൃത്തിയും വെടിപ്പുമുള്ള അടുക്കള, ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ചായയാണോ മോള് നോക്കുന്നേ? ചേച്ചമ്മ 2 കപ്പ് ചായ എടുത്തു കഴിഞ്ഞു. ദാ മോൾക്കും ഹരിമോനും ഉള്ളതാണ്. നന്ദ ട്രെയിൽ ചായയുമായി ചെല്ലുമ്പോൾ ഹരി ഹാളിലെ സെറ്റിയിൽ പത്രവുമായി ഇരിക്കുന്നു. ചായ വാങ്ങിക്കൊണ്ട് ഹരി പറഞ്ഞു. ചേട്ടത്തി ഈ വീട്ടിലൊരു അംഗം തന്നെയാണ് കേട്ടോ നന്ദ. നന്ദയ്ക്ക് അവരോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, പാവമാണ്. എന്തെങ്കിലുമൊക്കെ അവർ ഇടയ്ക്ക് ആവശ്യപ്പെട്ടാൽ നന്ദ കൊടുത്തേക്കണം. നന്ദ തലയാട്ടി. ചായ കുടിച്ചോളൂ, ഹരി അവളോട് പറഞ്ഞു. ട്രെയിലിരുന്ന അവശേഷിച്ച കപ്പ് എടുത്ത് ചുണ്ടോടടുപ്പിച്ചപ്പോൾ കേട്ടു ബാത്റൂമിൽ നിന്ന് അക്കുവിന്റെ നിലവിളി. അമ്മേ, ചേട്ടായി എന്നെ പിച്ചി. നന്ദ ചായ ട്രെയിലേക്ക് തന്നെ വെച്ച് ട്രേ ടീപ്പോയിലേക്ക് വെച്ച് പെട്ടെന്ന് ഓടി. ഹരി ആ ഓട്ടവും ട്രെയിലെ ചായയും ശ്രദ്ധിച്ചങ്ങനെ ഇരുന്നു ഒട്ടുനേരം. അയാൾ മനസ്സിലാക്കി തന്റെ കുഞ്ഞുങ്ങൾ നന്ദയുടെ സമീപത്തല്ല, ഹൃദയത്തിൽ തന്നെ ഉണ്ടെന്ന്. നന്ദയ്ക്ക് ചുറ്റുമായിരുന്നു അഖിലും അക്കുവും, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമായിരുന്നു നന്ദ. ഇരുവരെയും കുളിപ്പിച്ചൊരുക്കി ആഹാരം കഴിപ്പിച്ചു. അവരുടെ ബാഗ് ഒരുക്കി, ടിഫിൻ ഒരുക്കി. ഹരിക്കും അവൾ തന്നെ ആഹാരം വിളമ്പി നൽകി. പോകാൻ കാർ ഇറക്കുമ്പോൾ അവൾ മക്കൾക്ക് 2 പേർക്കും ഉമ്മ നൽകി കാറിനുള്ളിൽ ഇരുത്തി ഡോർ അടച്ചു. അവർ ടാറ്റ പറഞ്ഞു കൈകൾ വീശി. അമ്മ അവിടെ തന്നെ നിന്നോണേ, ഞങ്ങൾ വൈകുന്നേരം വരുന്നത് വരെ, അഖിൽ പറഞ്ഞു. അവൾ തലയാട്ടി. കാർ നീങ്ങുമ്പോൾ ഒരു പിശുക്കിയ ചിരി അവൾ ഹരിക്ക് നൽകി. ആദ്യമായിട്ടായിരുന്നു അവളിൽ നിന്ന് അയാൾക്ക് പിശുക്കിയെങ്കിലും ഹൃദ്യമായൊരു പുഞ്ചിരി കിട്ടുന്നത്. അയാൾക്ക് അത്ര മതിയായിരുന്നു, ഹൃദയത്തിൽ ഒരു ചെറിയ പൂ വിരിയാൻ. വണ്ടി വിടുമ്പോൾ ഹരി അറിഞ്ഞു തന്റെ വീടായിരിക്കുന്നു. വീടിനുള്ളിൽ 1000 വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ഇവിടെ ഒരു വീട്ടമ്മ ഉണ്ടായിരിക്കുന്നു. വൈകിട്ട് വരുമ്പോൾ കാത്തിരിക്കാൻ ഒരാൾ. ആ ഓർമ്മയിൽ അയാളുടെ ഹൃദയത്തിലെ ചെറുപൂവ് നല്ലോണം വിരിഞ്ഞു. കുട്ടികളെ വിട്ടതോടെ നന്ദയുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടായി, ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ. ചേച്ചമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് രാധികയും ഗീതയും വന്നത്. നിന്റെ കാലിന്റെ വിശേഷം അറിയാൻ അമ്മയെ വിളിച്ചപ്പോഴാണ് പുതിയ വിശേഷം അറിഞ്ഞത്. ആദ്യം ഞാൻ വിശ്വസിച്ചതേയില്ല, രാധിക പറഞ്ഞു. ഞാനും വിശ്വസിച്ചില്ല, ഗീത പറഞ്ഞു. എന്താ പറ്റി നന്ദ ഇത്ര പെട്ടെന്നത്? രാധികയ്ക്ക് അമ്പരപ്പ് വിട്ടുമാറുന്നില്ല. എങ്ങനെ പറ്റി? എനിക്കും അറിയില്ല, നന്ദ പറഞ്ഞു. ഹരിയെയും മക്കളെയും ഞാൻ കണ്ടുമുട്ടിയിട്ട് അധിക നാളായില്ല, സത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണെന്നാണ്. അത്രയേറെ അടുപ്പം. ഗീത രാധികയെ നോക്കി പുഞ്ചിരിച്ചു. എന്തായാലും നിന്റെ തീരുമാനം ഉഗ്രൻ. എങ്കിലും ഞങ്ങളെ ഒന്ന് അറിയിക്കാമായിരുന്നു, രാധിക പരിഭവിച്ചു. ഒപ്പിടാനെങ്കിലും, ഗീത പറഞ്ഞു. എനിക്ക് തന്നെ സുബോധം നഷ്ടപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു രാധികെ, അതുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. എന്നാണ് ഇനി സ്കൂളിലേക്ക്? ഒരാഴ്ച കൂടി ഉണ്ട് അവധി. അപ്പോഴേക്കും പ്ലാസ്റ്റർ എടുക്കും. ഞാൻ വരാം. ഊണ് കഴിഞ്ഞിട്ടാണ് രണ്ടാളും പോയത്.
അവർ വന്നതോടെ മനസ്സൊന്നയഞ്ഞു എന്ന് നന്ദയ്ക്കും തോന്നി. എങ്കിലും രാത്രിയെ നന്ദ ഭയന്നു. അന്ന് രാത്രിയിലും അഖിൽ ഷാട്ടിയും പിടിച്ച് ഹരിയെ ഒപ്പം കെടുത്തി. രാത്രിയിൽ അയാൾ തന്നെ പറ്റിച്ചു പോകുമെന്ന് ഭയന്ന് അയാളെ ചുറ്റി പിടിച്ച് ഏറെ വൈകും വരെ അഖിൽ ഉറങ്ങാതെ കിടന്നു. അതുകൊണ്ട് തന്നെ ആവണം ഒടുവിൽ അയാളും അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. പുലർച്ച ആദ്യം ഉണർന്നതും കണ്ണുകൾ തുറന്നതും നന്ദ തന്നെയാണ്. ആ ഒരു നിമിഷം അങ്ങനെ തന്നെ കിടന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകതയോ പന്തികേടോ അവൾക്ക് അനുഭവപ്പെട്ടു. കഴുത്തിനടിയിലും ചെവിപ്പുറകിലും ഒരു കൈത്തലത്തിന്റെ ഇളം ചൂട്. നന്ദ മുഖം തിരിച്ചൊന്ന് നോക്കി. ഹരി ഉറക്കത്തിൽ എപ്പോഴോ മക്കളോടൊപ്പം അയാൾ നന്ദയെയും ചേർത്ത് പിടിച്ചു കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. ഞെട്ടലോടെ നന്ദ എഴുന്നേറ്റ് പോയി. ഹരി മനഃപൂർവ്വം തന്നെ ചേർത്ത് പിടിച്ചതോ അതോ ഉറക്കത്തിൽ അറിയാതെ ചെയ്തതോ? അതുമല്ലെങ്കിൽ ഉണ്ണേട്ടന്റെ കൈവലയത്തിനുള്ളിലാണെന്നുള്ള ധാരണയിൽ ഉറക്കത്തിൽ താൻ തന്നെ തലവെച്ചതാണോ? നന്ദയ്ക്ക് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരസ്വസ്ഥതയായി ആ സംഭവം അവളെ ഒലിച്ചു. പക്ഷേ ഉണർന്നെണീറ്റ് ഹരിയുടെ മുഖഭാവത്തിൽ നിന്ന് നന്ദയ്ക്ക് തോന്നി ഒന്നുകിൽ ഉറക്കത്തിൽ അറിയാതെ അയാൾ തന്നെ ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ താൻ ചേർന്ന് കിടന്നു. അല്ലാതെ അയാൾ മനഃപൂർവ്വമല്ല. ഹരി അത് മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷേ ദിവസവും ഇങ്ങനെയായാൽ താലി കെട്ടിയില്ലെങ്കിലും പരസ്പരം പൂമാലയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായവരാണ്. വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചവരാണ്. താൻ വിധേയാണ്. അയാൾക്ക് അധികാരമുണ്ട്. ഹരി തന്നെ തൊട്ടാൽ, കടന്നു പിടിച്ചാൽ, ചുംബിച്ചാൽ എതിർക്കാമെന്നല്ലാതെ തെറ്റെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഈ പതിവ് നന്നല്ല. ഉറക്കം ഒരുമിച്ചായിക്കൂടാ നന്ദ തീരുമാനിച്ചു. അന്ന് വൈകിട്ടും കിടപ്പ് പതിവ് പോലെ തന്നെയായിരുന്നു. എന്റെ മക്കൾ നന്ദയെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നെ വേണ്ടെന്നവർ പറഞ്ഞിട്ടില്ല. ഹരി പറഞ്ഞതോർത്തു. അതെ, ശരിയാണ്. അഖിലിനും അക്കൂനും തന്നെ വേണം. ഒപ്പം അവരുടെ അച്ഛനെ വിട്ടുള്ള ഒരു കളിക്കും മക്കൾ തയ്യാറല്ല. നന്ദ ശ്രദ്ധിച്ചു. മുറിക്കുള്ളിൽ സർവത്ര നിശബ്ദത. കഥ പറഞ്ഞാണ് ഹരി മക്കളെ ഉറക്കിയത്. എത്ര ക്ഷമാശീലവും ശാന്തതയുമാണ് ഈ മനസ്സിന്. തൊഴാൻ തോന്നും ചിലപ്പോൾ. മുറിയിൽ ബെഡ് ലാമ്പ് മാത്രമേ ഉള്ളൂ. മക്കൾ ഉറങ്ങിയിരിക്കുന്നു, ഒപ്പം ഹരിയും. നന്ദ തന്നെ ചുറ്റിയിരുന്ന അക്കുവിന്റെ കൈ മെല്ലെ മാറ്റി. മോൾ തിരിഞ്ഞു മറിഞ്ഞു വീഴാതിരിക്കാൻ തലയണ അടവെച്ചു. പിന്നെ എഴുന്നേറ്റു. ശബ്ദം കേൾപ്പിക്കാതെ അടുത്ത റൂമിന് നേർക്ക് നടന്നു. ഹരി കഴിഞ്ഞ ദിവസം ഉറങ്ങിയ മുറി. അകത്ത് കടന്ന് നന്ദ സ്വിച്ച് തപ്പി കണ്ടെത്തി. സ്വിച്ച് ഇട്ടിട്ട് വാതിലടയ്ക്കാനായി തിരിയുകയായിരുന്നു. മുറിയിൽ നിറഞ്ഞ വെളിച്ചത്തിൽ കണ്ടു വാതിക്കൽ ഹരി. നന്ദ വിളറിപ്പോയി. ഇയാൾ ഉറങ്ങിയില്ലായിരുന്നോ? നന്ദയ്ക്കെന്നെ ഭയമാണല്ലേ? ഹരി ചോദിച്ചു. നന്ദ പരിങ്ങലോടെ മുഖം കുനിച്ചു. ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാണ്. തന്നെ ചേർത്ത് പിടിച്ചതിനെ കുറിച്ചാണോ പറയുന്നത്? നന്ദ നോക്കി. മോൻ ഉറങ്ങാൻ വേണ്ടി കാത്തു കിടന്നതാണ്. ഉറങ്ങിപ്പോയി. എന്റെ മക്കളെ കരയിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല. നന്ദയ്ക്കത് വിഷമമായി അല്ലേ? നന്ദ വീണ്ടും മുഖം കുനിച്ചു. ഇന്ന് അബദ്ധം പറ്റാതെ കാത്തു കിടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ നന്ദയെ ഉറങ്ങിയെന്നാണ് കരുതിയത്. ഹരി ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. എനിക്കറിയാം, നന്ദ വന്നത് എനിക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ അവരെ ഉപേക്ഷിച്ച് ഇവിടെ വന്നു കിടന്നാൽ നന്ദയ്ക്ക് ഉറങ്ങാനാവുമോ? നന്ദ അതേപടി നിന്നു. ഭയപ്പെടേണ്ട നന്ദ. നന്ദ പൂർണ്ണ മനസ്സ് എനിക്ക് തരും വരെ നന്ദയുടെ മുടിത്തുമ്പിൽ പോലും ഞാൻ തൊടില്ല. ഉറപ്പ്. അത് ഭയന്ന് നന്ദ ഒളിച്ചു കഴിയണ്ട. വാതുക്കൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഹരി പറഞ്ഞു. ബലമായിട്ടൊരു സുഖം തേടുന്നവനല്ല ഞാൻ. പൊയ്ക്കോളൂ, പോയി കിടന്നോളൂ. ഈ റൂമിൽ ഞാൻ കിടന്നോളാം. ഉറക്കത്തിൽ അക്കു നന്ദയെ തിരയും. ചെന്നോളൂ. നന്ദ തിരിച്ചു വന്നു. റൂമിലേക്ക് കടന്നിട്ട് ഹരി തിരിഞ്ഞു നോക്കി. എന്നിട്ട് നേർത്ത മന്ദഹാസത്തോടെ പറഞ്ഞു. കഴുത്തിൽ കിടക്കുന്ന താലിക്ക് വേണ്ടി നന്ദ ഇപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ ബാധ്യതയുണ്ടല്ലോ, അത് അധിക നാൾ കാത്തുവെക്കാൻ നന്ദയ്ക്കാവില്ലെന്ന് എനിക്കറിയാം. നന്ദയുടെ കണ്ണുകൾ ഒന്ന് തുറന്നടഞ്ഞു. എന്താണ് ഇയാൾ പറയുന്നത്? താലി കെട്ടിയില്ലെങ്കിലും മാലയിട്ട് പരസ്പരം വരിച്ചവരാണ് നമ്മൾ. എന്റെ മക്കളുടെ അമ്മയുമാണ് നന്ദ. മക്കളുടെ അച്ഛനോട് അമ്മയ്ക്ക് സ്വാഭാവികമായും ബാധ്യതയുണ്ടാവില്ലേ? നന്ദയ്ക്ക് അതുണ്ടാകും, തീർച്ച. ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നന്ദ പറയാനാഞ്ഞു. വേണ്ട, നാവ് കൊണ്ട് പറഞ്ഞു കളയണ്ട. എനിക്ക് വേണ്ടത് സ്നേഹമാണ്, കടമ തീർക്കലല്ല. നിസ്വാർത്ഥ സ്നേഹം. നന്ദയിൽ അതുണ്ട്. ഒഴുകുന്നത് മറ്റൊരിടത്തെ കാണുന്നു മാത്രം. ആ ഒഴുക്ക് എന്നിലേക്ക് തിരിയുന്ന ദിവസം കാത്താണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. എനിക്കറിയാം, അങ്ങനെ ഒരു ദിവസം അധികം വൈകും മുമ്പുണ്ടാകുമെന്ന്. കാരണം ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. നന്ദയുടെ മനസ്സ് അതിലോലവും. മുറിക്കുള്ളിലേക്ക് കടന്നിട്ട് ഹരി വാതിലടച്ച് കുറ്റിയിട്ടു. നന്ദ ആ അടഞ്ഞ വാതുക്കിലേക്ക് തന്നെ നോക്കി.
സാക്ഷി അപ്പുറത്താണ്, ഇപ്പുറത്തല്ല. ഒരുമിച്ച് കിടക്കുന്നതും രണ്ടു മുറിയിൽ കിടക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉറക്കത്തിൽ അറിയാതെ ഇന്നലെ ചേർത്ത് പിടിച്ചതുപോലെ ഒരു രാത്രിയിൽ ആ സാക്ഷ്യം നീക്കി അയാൾ ഇപ്പുറത്ത് വന്നാലോ? ഹേയ്, അയാൾ അത്തരക്കാരനല്ലെന്ന് പറഞ്ഞല്ലോ, അത് വിശ്വസിക്കാം. അമ്മേ, അമ്മേ! അക്കു കൈ നീട്ടുന്നു, തലയിണയിൽ തപ്പുന്നു, ചിണുങ്ങുന്നു. ഹരി പറഞ്ഞത് എത്ര ശരി. നന്ദ അക്കുവിന്റെ അടുത്ത് നിന്ന് തലയണ മാറ്റിയിട്ട് കടന്നു. അക്കുവിനെ ചേർത്ത് പിടിച്ചു. അക്കു തന്റെ കുഞ്ഞുമുഖം നന്ദയുടെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചു. നന്ദയുടെ കഴുത്തടിയിലേക്ക് തല തിരുകി. ഒന്ന് കുളിർന്നുലഞ്ഞുപോയി നന്ദയുടെ മനസ്സും ശരീരവും. അപ്പാടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയായിരുന്നു, കൊച്ചുകുട്ടികളെ പോലെ ഉറക്കത്തിൽ ചിലപ്പോഴിങ്ങനെ തന്റെ മാറിലേക്ക് മുഖം അണച്ച് കഴുത്തടിയിലേക്ക് തല തിരുകുമായിരുന്നു. നന്ദേ, നന്ദേ, എന്റെ മോളെ! പിച്ചും പേയും പറയുകയായിരുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ. കടുത്ത മാനസികാഘാതമായി ഉണ്ണികൃഷ്ണന് നന്ദയോടുള്ള നഷ്ടം. കോടതി വേർപിരിച്ചു. അച്ഛനോടും നന്ദയോടുള്ള വാശിക്ക് അപ്പോൾ ഉണ്ണികൃഷ്ണനും പിടിച്ചു നിന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ണികൃഷ്ണൻ കാത്തത് നന്ദയുടെ തിരിച്ചുവരവാണ്. ഒരു ഫോൺ കോളാണ്. പിന്നെ പിന്നെ ആദ്യം അവളൊന്ന് വിളിക്കട്ടെ എന്ന് തന്നെ കരുതി. വിളിക്കാഞ്ഞപ്പോൾ പരിഭവവും പിണക്കവും ഉള്ളിൽ സൂക്ഷിച്ചു. അതിലപ്പുറം നന്ദയെ എന്നേക്കുമായി തനിക്ക് നഷ്ടമാകുമെന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ണികൃഷ്ണനിൽ ഉണ്ടായിട്ടില്ല. ഇത്തിരി വാശിക്ക് വഴക്കുണ്ടാക്കി പിണങ്ങി അവൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ. വാശി തീരുമ്പോൾ ഇങ്ങു വരും എന്നൊരു ലാഘവം. കോടതിയും മനുഷ്യരും കൂടി തങ്ങൾക്ക് നടുവിൽ വെട്ടി ഒരു മുറിവുണ്ടാക്കി എന്ന് കരുതി ദൈവം തങ്ങളെ രണ്ടാക്കി പകുക്കുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതാ ദൈവം അത് ചെയ്തിരിക്കുന്നു, പകുത്തു മാറ്റിയിരിക്കുന്നു. ഒരിക്കലും തന്നെ വിട്ട് മറ്റൊരു പുരുഷനെ കുറിച്ച് നന്ദ ചിന്തിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ കരുതിയിട്ടേയില്ല. നന്ദ വിളിക്കുന്ന കാര്യം പലപ്പോഴും പറയുമ്പോൾ കൂട്ടുകാരൻ ജോർജിനോട് ഉണ്ണികൃഷ്ണൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ ഇങ്ങ് വരും ജോർജെ, എത്ര നാൾ അവൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവും? പക്ഷേ നന്ദ വന്നാൽ ഉണ്ണികൃഷ്ണന്റെ അച്ഛന് സമ്മതിക്കൂടോ? അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ചു നാളായി പെണ്ണ് കാണലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നന്ദയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരയവൊക്കെയുണ്ട്. അച്ഛനൊന്ന് മൂളിയാൽ ആ നിമിഷം നന്ദ എന്റെ അടുത്ത് വരും. അച്ഛന്റെ മനോഭാവം മാറിയെങ്കിൽ പിന്നെ തനിക്ക് നന്ദയെ വിളിച്ചോടെ? നോ ജോർജ്, അച്ഛൻ പറഞ്ഞിട്ടാണ് അവൾ പോയത്. അച്ഛനായിരുന്നു അക്കാര്യത്തിൽ വാശി. അക്കാര്യത്തിൽ അച്ഛൻ തോറ്റു എന്ന് അച്ഛന് തന്നെ തോന്നണം. അല്ലാതെ നന്ദയെ കൊണ്ടുവന്നാൽ ഇനിയും കുത്തുവാക്കുണ്ടാവും, മുറിവുണ്ടാകും, പഴയത് ആവർത്തിക്കും. പൂർണ്ണമായൊരു ശുദ്ധികലശം, അതാണ് എനിക്ക് വേണ്ടത്, അച്ഛനിലും നന്ദയിലും. എങ്കിൽ നന്ദയ്ക്കൊരു ഹിന്റ് കൊടുത്തിട്ടോളൂ. എന്തിന്? അധികം വൈകാതെ വരുമെന്ന്. അവൾ ഏത് നിമിഷവും ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുകയാണ് ജോർജെ. പിന്നെന്തിനൊരു ഹിന്റ്? പെട്ടെന്നൊരു ദിവസം കടന്നു ചെല്ലുക, പഴയ കഥയിലെ രാജകുമാരനെ പോലെ, എന്നിട്ട് ഒരുമിച്ചങ്ങ് പറക്കുക. അതല്ലേ ഒരു ത്രില്ല്? അതെ, അതും ശരിയാ, ജോർജ് സമ്മതിച്ചു. പക്ഷേ ഇതാ കയ്യിലെത്തുയെന്ന് കരുതിയപ്പോൾ സംഭവിച്ച ആ വിശ്വാസ തകർച്ച, മറ്റൊരുത്തൻ്റെതായി കഴിഞ്ഞ അവളെ ഇനി ഒരിക്കലും മടക്കി കിട്ടില്ലെന്നുള്ള അറിവ്, ജീവിതത്തിന്റെ ബാക്കി ഭാഗത്ത് അങ്ങേയറ്റം കണ്ട അപാര ശൂന്യത, എല്ലാം കൂടി ഉണ്ണികൃഷ്ണനെ ഒരു ഭ്രാന്തമായ ഭാവത്തിൽ എത്തിച്ചിരിക്കുകയാണ്. നന്ദയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതിൽ പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടേയില്ല 2 ദിവസം. എല്ലാം തല്ലി തകർത്ത മട്ടിൽ കിടക്കുകയാണ്. ഈശ്വരി കരഞ്ഞു, കാല് പിടിച്ചു. ആഹാരമോ വെള്ളമോ ഒന്നും ഇറക്കാതെ 2 ദിവസം. മുകുന്ദന് ഉണ്ണികൃഷ്ണന്റെ റൂമിന്റെ സമീപത്തേക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല. മടിയും പേടിയും. ഒടുവിൽ 3-ാം ദിവസമായപ്പോൾ ഉണ്ണികൃഷ്ണൻ കുഴഞ്ഞുപോയി. ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന ഈശ്വരിക്ക് തോന്നി മകന്റെ മുറിയിൽ നിന്ന് എന്തോ ഞരക്കം കേട്ടെന്നു. ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ കണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് കിടപ്പ് മാറ്റിയിരുന്നു ഈശ്വരി. അവർ എഴുന്നേറ്റ് വന്നു. നന്ദേ, നന്ദേ! അരികിൽ അവൾ ഉണ്ടെന്നതുപോലെ ഉണ്ണികൃഷ്ണൻ കൈ നീട്ടി തൊടാനെന്നോണം. നന്ദേ, വാ, ഇങ്ങോട്ട് വാ, പോകല്ലേ, ഇങ്ങോട്ട് വാ. ഈശ്വരി അരികിൽ നിന്ന് വിങ്ങിപ്പൊട്ടി. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്! പാതിരാത്രിയായിട്ടും മുകുന്ദന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈശ്വരിയുടെ കരച്ചിൽ കേട്ട് അയാളും വന്നു. എന്താ ഈശ്വരി? എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു. ദേ, അവൻ പിച്ചും വേയും പറയുക. നന്ദയെ വിളിച്ച് എന്തൊക്കെ പറയുകയും കരയുകയും ചെയ്യുക. ഈശ്വരി ബെഡിൽ മകന്റെ അരികിലിരുന്നു. മകനെ തലോടി. അയ്യോ, തീ പോലെ പൊള്ളുന്നുണ്ട് കേട്ടോ. ഈശ്വരി കൂടുതൽ ഭയപ്പെട്ടു. എന്നതാ ചെയ്യുന്നേ? ഏതേലും ആശുപത്രിയിലോട്ട് എന്റെ മോനെ കൊണ്ടുപോയാലോ? ഈ പാതിരാത്രിയിലോ? ഒരു വണ്ടി എങ്ങനെ കിട്ടും? മുകുന്ദനും പരിഭ്രമത്തിലായി. നീ ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ, കുറച്ച് തിരിശീലയും നെറ്റിയിൽ നനച്ചിടാം. തൽക്കാലം, നേരം വെളുക്കുമ്പോ കൊണ്ടുപോകാം. കരഞ്ഞുകൊണ്ട് ഈശ്വരി വെള്ളവും തിരശീലയും കൊണ്ടുവന്നു.
മുകുന്ദൻ തന്നെ അല്പം കനത്തിൽ തുണി മടക്കി ഐസ് വെള്ളത്തിൽ മുക്കി മകന്റെ നെറ്റിയിലേക്ക് ഇട്ടു. നന്ദേ! ഉണ്ണികൃഷ്ണൻ പിറുപിറുപ്പോടെ മുകുന്ദന്റെ കയ്യിൽ കയറി പിടിച്ചു. അയാൾ വിഷമത്തോടെ ഈശ്വരിക്ക് നേരെ നോക്കി. ഈശ്വരി കണ്ണുകൾ തുടയ്ക്കുകയാണ്. മുകുന്ദൻ എഴുന്നേറ്റ് ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് കട്ട കൂടി എടുത്തുകൊണ്ട് വന്നു. ഉണ്ണികൃഷ്ണന്റെ നെറ്റിയിലിട്ടിരിക്കുന്ന തിരിശിയിലേക്ക് മുകളിൽ ഐസ് കട്ട കൂടി വെച്ചു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണന്റെ ടെമ്പറേച്ചർ തെല്ല് താഴ്ന്നത്. എന്നിട്ടും ഒരുപോലെ കണ്ണടയ്ക്കാതെ ഈശ്വരിയും മുകുന്ദനും മകന്റെ കിടക്കക്കരികിൽ കാത്തിരുന്നു. നേരം വെളുപ്പിച്ചു. നേരം ശരിക്കു പുലരും മുമ്പ് തന്നെ മുകുന്ദൻ ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് പോയി. ഒരു ടാക്സിയുമായി തിരികെ വന്നു. മുകുന്ദനും ഈശ്വരിയും കൂടി ഉണ്ണികൃഷ്ണനെ എഴുന്നേൽപ്പിച്ചു. അസംഷ്ടമായി അയാൾ തടഞ്ഞിട്ടും ഇരുവരും കൂടി അയാളെ ടാക്സിക്കുള്ളിലാക്കി. ഡ്രൈവറും സഹായിച്ചു. ഹോസ്പിറ്റലിൽ ഉണ്ണികൃഷ്ണൻ അഡ്മിറ്റായി. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതിനാൽ ഉടനെ റൂം കിട്ടി. ജ്വരം ഇത്രയേറെ കടുക്കുന്നത് വരെ കാത്തിരുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ ശങ്കർ കൃഷ്ണൻ മുകുന്ദനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. LIC ഓഫീസിൽ ഉണ്ണികൃഷ്ണന് വേണ്ടി ലീവ് ലെറ്റർ കൊടുക്കാൻ പോയത് മുകുന്ദനാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നറിഞ്ഞപ്പോൾ എല്ലാരും ചുറ്റും കൂടി വിശേഷങ്ങൾ ആരാഞ്ഞു. പെട്ടെന്നുണ്ടായ പനിയാണ്, അങ്ങനെ പറഞ്ഞ് മുകുന്ദൻ ഒഴിവായി. എന്നാൽ അതിലപ്പുറം എന്തോ നടന്നിട്ടുണ്ടെന്ന് മുകുന്ദന്റെ മുഖത്തെ അഗാധമായ ദുഃഖഭാവത്തിൽ നിന്ന് ജോർജിന് മനസ്സിലായി. അയാൾ മുകുന്ദന് പിന്നാലെ ഇറങ്ങിച്ചെന്നു. സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ ജോർജ് ഒപ്പമെത്തി. സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ എന്താണ് പറ്റിയത്? ജോർജ് ചോദിച്ചു. പനിയാണ് എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ, JJ ഹോസ്പിറ്റലിലാണ്, മുകുന്ദൻ പറഞ്ഞു. എന്താ ഇത്ര പെട്ടെന്ന് പനി ഉണ്ടാകാനും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാനും കാരണം? ജോർജ് ചോദിച്ചു. മുകുന്ദൻ മുഖം തിരിച്ചു. അല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യത്തക്ക വിധം സീരിയസ് ആയത്. ജോർജ് നിർത്തി. മുകുന്ദന്റെ മുഖം ദുഃഖനിമഗ്നമാണെന്ന് കണ്ടതോടെയാണ് ജോർജ് കിള്ളിക്കിഴിച്ച് ചോദിക്കാൻ തീരുമാനിച്ചതും ധൈര്യപ്പെട്ടതും. നന്ദ വേറെ കല്യാണം കഴിച്ചു, അതാണ്. മുകുന്ദന്റെ സ്വരം തീരെ നേർത്തു പോയിരുന്നു. അത്രയും പറഞ്ഞിട്ട് ധൃതിയിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി മുകുന്ദൻ പറഞ്ഞു. സ്തംഭിച്ചു നിന്നുപോയി ജോർജ്. നന്ദ വേറെ വിവാഹം കഴിച്ചെന്ന്. എന്താണ് ഈ കേട്ടത്? സ്വപ്നമോ? ജോർജിന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അയാൾ വിഷമത്തോടെ ഓർത്തു. നന്ദ വിവാഹം കഴിച്ചു എന്ന അറിവ് തനിക്ക് തന്നെ ഒരു ഷോക്കായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഉണ്ണികൃഷ്ണനോ? എങ്കിലും ആ സ്ത്രീ കഷ്ടം. അവർ എന്തിനിങ്ങനെ ചെയ്തു? ജോർജിന് എത്ര ആലോചിച്ചിട്ടും ഉത്തരം പിടികിട്ടിയില്ല. ഇനിയൊരു വിവാഹം കഴിച്ചാലും അവർക്ക് കുട്ടികളുണ്ടാവില്ല. ഒറ്റയ്ക്ക് കഴിയാനാണെങ്കിലും ജോലിയുണ്ട്. പിന്നെ എന്തിനീ വിവാഹം? ഒരു പുരുഷന്റെ കൂട്ടിനു വേണ്ടിയിട്ടോ? എങ്കിൽ ഇരു കൈകൾ നീട്ടി നിൽക്കുകയായിരുന്നില്ലേ ഉണ്ണികൃഷ്ണൻ തന്നെ? പിന്നെന്തിന് ഇങ്ങനെ ഒരു സാഹസം? ഛേ. ജോർജ് തല കുടഞ്ഞു. ഉണ്ണികൃഷ്ണൻ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞപ്പോൾ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി. ജോർജും കൂടെ പോയി. ഉണ്ണികൃഷ്ണന്റെ മുഖവും അനക്കമറ്റതുപോലുള്ള കിടപ്പും ഇടയ്ക്കിടെയുള്ള ഞരക്കവും ഒക്കെ കൂടിയായപ്പോൾ ജോർജിന് ആകെ സങ്കടം മുട്ടിപ്പോയി. പിറ്റേന്നായിട്ടും ഉണ്ണികൃഷ്ണന്റെ നിലയിൽ യാതൊരു മാറ്റവും ഇല്ല. ഇഞ്ചക്ഷൻ കൊടുക്കുകയും കോട്ടൺ നനച്ചിടുകയും ചെയ്തിട്ടും മാറ്റമില്ല. ഡോക്ടർ ശങ്കർ കൃഷ്ണൻ മറ്റു പരിശോധനകളിലേക്ക് കടന്നു. ടെസ്റ്റുകളും. മധ്യവയസ്കനാണയാൾ. രോഗികളുടെ കാര്യത്തിൽ വല്ലാത്ത കർക്കശത പാലിക്കുന്ന സ്വഭാവം. അല്പം ചൂടനുമാണ്, പക്ഷെ നല്ല കൈപുണ്യം. അതുകൊണ്ട് തന്നെ ഡോക്ടർ ശങ്കർ കൃഷ്ണന്റെ മുമ്പിൽ എന്നും പേഷ്യൻസിന്റെ തിരക്കാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കേട്ടു. തേങ്ങൽ പോലെയോ ഞരക്കം പോലെയോ ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. നന്ദ. കണ്ണടച്ചു കിടന്നുകൊണ്ട് അയാൾ തലയിട്ട് ഉരുട്ടുകയും ഇടയ്ക്കിടെ ഞരങ്ങുകയും ചെയ്തു. അബോധാവസ്ഥയിലായിരുന്നു അയാൾ. ഡോക്ടർ ശങ്കർ കൃഷ്ണന്റെ മുഖത്തും ആശങ്ക പരന്നു. അദ്ദേഹം മുകുന്ദനെയും ഈശ്വരിയെ നോക്കി. ആരാണീ നന്ദ? ഈശ്വരിയും മുകുന്ദനും പരുങ്ങലോടെ നിന്നു. അയാൾ ഇന്നലെ ഈ പേര് പറഞ്ഞതായി തോന്നി, അതാണ് ചോദിച്ചത്. മുകുന്ദൻ മടിച്ചു നിന്നു. ടെൽ മീ, ആരാണീ നന്ദ? ഡോക്ടർ വീണ്ടും ചോദിച്ചു. അത് മുകുന്ദനൊന്ന് ഞെരുങ്ങി. ഉണ്ണികൃഷ്ണന്റെ വൈഫാണ്. അവരെവിടെ? എന്താണ് അവർ വരാത്തത്? സ്ഥലത്തില്ലേ? മുകുന്ദനും ഈശ്വരിയും കണ്ണിൽ നോക്കി. അയാൾക്ക് അവരെ കാണണം. എന്തോ ഡീപ്പായ പ്രശ്നം അവർ തമ്മിലുണ്ട്. അതാണ് ഈ അൺകോൺഷ്യസിന് കാരണം. മുകുന്ദൻ വിഷമത്തിലായി. അവർ പിണങ്ങിപ്പോയതാണല്ലേ? ആ, മുകുന്ദൻ മൂളി ഒപ്പിച്ചു. എത്ര വലിയ പിണക്കമായാലും ശരി, നിങ്ങൾ പോവുക. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരിക. അയ്യോ ഡോക്ടർ, അത് ഒന്നും പറയണ്ട. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുക. മറ്റൊന്നും ഇങ്ങോട്ടിനി പറയണ്ട. ബി ക്വിക്ക്, ഫോളോ മീ. ഡോക്ടർ ശങ്കർ കൃഷ്ണൻ ഇറങ്ങിപ്പോയി. പരസ്പരം നോക്കി മിഴിച്ചു നിന്നു മുകുന്ദനും ഈശ്വരിയും.
സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്